അള്ളാഹുവിൻ്റെ കൂട്ടുകാരനായി സ്വീകരിച്ചിരിക്കുകയാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയെ. ഖലീൽ, ഖുല്ലത്ത് എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിൽ സാഹോദര്യത്തിന്, സുഹൃത്ത് ബന്ധത്തിന്, സ്നേഹബന്ധത്തിന് ഒരുപാട് തട്ടുകളുണ്ട്. സൗഹൃദത്തിലെ ഏറ്റവും ഉയർന്ന ദറജയാണ് ഖുല്ലത്ത്. ഏറ്റവും ഉയർന്ന ദറജയാണ് ഖുല്ലത്ത് എന്ന് പറഞ്ഞാൽ. ആ ഒരു സ്ഥാനമാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല വകവെച്ചു കൊടുത്തത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയെ ഖലീലായി സ്വീകരിച്ചിരിക്കുന്നു. രണ്ടാളുകളെയാണ് അള്ളാഹു ഖലീലായി സ്വീകരിച്ചത്. ഒന്ന് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയെ, രണ്ട് നമ്മുടെ നബി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ. എന്തുകൊണ്ടാണ് ഇത്രത്തോളം അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയെ ഇങ്ങനെ സ്ഥാനവും പദവിയും നൽകി അംഗീകരിക്കാനുള്ള കാരണം? അള്ളാഹു തന്നെ അത് പറയുന്നുണ്ട്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഒരു ഉമ്മത്തായിരുന്നു.